സർവത്ര ദേവീനാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. കെൽപ്പാളുന്ന വിധത്തിൽ ഞാനിവിടെ എത്താറുണ്ടു ദേവി, തൊഴിലൽപ്പായുസ്സിതു പൂർണ്ണമാകണമതിനാണെന്നുമെൻ പ്രാർത്ഥന. കൽപ്പാന്തം വരെ നിന്നെ വാഴ്ത്തുവതിനായി മോഹിപ്പോ ഞാനെങ്കിലും, നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം പ്രഥമാധ്യായമാണ് ഇന്നലെ നാം അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. ഇന്നു മുതൽ അടുത്ത രണ്ടാമത്തെ ദ്വിതീയ അധ്യായം ആരംഭിക്കുന്നു. സൂര്യ സോമ വംശങ്ങളുടെ കഥകളെ തന്നെയാണ് ഈ അധ്യായത്തിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. ആദ്യത്തെ അധ്യായത്തിലെ ആ ദക്ഷനിൽ നിന്നും പ്രജാസൃഷ്ടികൾ എങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ള ആ കഥകളെ കേട്ട ജനമേജയൻ വീണ്ടും ചോദിക്കുന്നു. രാജാക്കന്മാരുടെ വംശത്തെപ്പറ്റി, പ്രത്യേകിച്ച് സൂര്യവംശത്തിൽ ജനിച്ച ധർമ്മജ്ഞരായ രാജാക്കന്മാരുടെ വംശത്തെപ്പറ്റി വിസ്തരിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ആ കഥകളെ എനിക്ക് അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. ജനമേജയൻ്റെ വാക്കുകളെ കേട്ട വ്യാസൻ തുടയാണ്. ശൃണു ഭാരത വക്ഷ്യാമി രവി വംശസ്യ വിസ്തരം യഥാശ്രുതം മയാ പൂർവം നാരദാദ് ഋഷിസത്തമാത്. ഹേ രാജൻ, മഹർഷി ശ്രേഷ്ഠനായിട്ടുള്ള നാരദനിൽ നിന്ന് രവിവംശത്തെപ്പറ്റി, സൂര്യവംശത്തെപ്പറ്റി പണ്ട് ഞാൻ കേട്ട ആ കഥകളെ അതേ വിധത്തിൽ അങ്ങയോട് വിസ്തരിച്ച് പറയാം എന്ന് പറയുകയാണ്. ഒരിക്കൽ നാരദ മഹർഷി സ്വച്ഛ അനുസൃതം സഞ്ചരിക്കുന്നതിനിടയ്ക്ക് പരമപാവനമായിട്ടുള്ള സരസ്വതി നദിയുടെ തീരത്തുള്ള എൻ്റെ പുണ്യാശ്രമത്തിൽ, അതായത് ശമ്യാപ്രാസം എന്ന് പറഞ്ഞ എൻ്റെ ആശ്രമത്തിൽ വരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ പ്രണമിച്ചിരിക്കാൻ ആസനം നൽകിയ ആദരവോടെ പൂജകളൊക്കെ ചെയ്തു. അതെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഹേ മുനിസത്തമ, പൂജ്യനായിട്ടുള്ള അങ്ങയുടെ ആഗമനത്തിൽ ഞാനും എൻ്റെ ആശ്രമവും എല്ലാം പരിശുദ്ധമായി. ഏഴാമത്തേതായ ഈ മനുവിൻ്റെ കുലത്തിൽ പ്രസിദ്ധരായ രാജാക്കന്മാരുടെ സംഭവബഹുലമായ കഥ വിസ്തരിച്ചു പറയണം. അതായത് ഇപ്പോഴത്തെ മന്വന്തരത്തിനെ പറ്റിയാണ് പറയണത്. ഏഴാമത്തെ മന്വന്തരം, വൈവസ്വത മന്വന്തരം എന്നാണ് ഇതിന് പേര്. വിവസ്വാൻ എന്ന സൂര്യൻ്റെ പുത്രൻ ആയതുകൊണ്ട് വൈവസ്വതൻ എന്ന പേര് കിട്ടി. ആ വൈവസ്വതനാണ് ഇപ്പോഴത്തെ ശ്രാദ്ധദേവൻ എന്ന അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ മനുവായിരിക്കുന്നത്. ഈ ഏഴാമത്തെ മന്വന്തരമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. 14 മന്വന്തരങ്ങളിൽ ഏഴാമത്തെ മന്വന്തരം. ആ വിവസ്വാൻ്റെ വംശത്തിൽ, വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, കശ്യപനും അതിഥിക്കും ജനിച്ച പുത്രനാണ്. ദ്വാദശ ആദിത്യന്മാരിലെ ആദ്യത്തെ ആദിത്യനായ വിവസ്വാൻ. ആ വിവസ്വാൻ്റെ വംശം, അതായത് വിവസ്വാൻ സൂര്യൻ്റെ വംശം, അതാണ് സൂര്യവംശമായിട്ട് അറിയപ്പെടുന്നത്. ആ വംശത്തിൽ ജനിച്ചവരായിട്ടുള്ളവരുടെ കഥകളെയെല്ലാം വിസ്തരിച്ച് പറഞ്ഞാലും എന്ന് ഞാൻ നാരദ മഹർഷിയോട്, ആശ്രമത്തിൽ വന്ന മഹർഷിയോട് ഞാൻ ചോദിക്കുകയുണ്ടായി. കാരണം അവരുടെ ജനനമെല്ലാം അതുല്യമാണ്, അവരുടെ ചരിത്രമൊക്കെ അത്ഭുതാവഹമായിട്ടുള്ളതാണ്. ആ സൂര്യവംശത്തിൻ്റെ കഥ കേൾക്കാൻ എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. വേണ്ട പോലെ വിസ്തരിച്ചും ചുരുക്കിയും ആ കഥകൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സന്തുഷ്ടനായ നാരദൻ ചിരിച്ചുകൊണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് ആ സൂര്യവംശ കഥകളെ എനിക്ക്
അന്ന് പറഞ്ഞു തരികയുണ്ടായി. ആ കഥകളെയാണ്, നാരദനിൽ നിന്നും കേട്ട കഥകളെയാണ് ഇതാ ഞാൻ അങ്ങേക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് പറയുകയാണ് വ്യാസൻ. ഹേ വ്യാസ, ഇനിയുള്ളത് നാരദ വ്യാസ സംവാദമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ശൃണു സത്യവതി സൂനോ രാജ്ഞാം വംശമനുത്തമം പാവനം കർണസുഖദം ധർമ്മജ്ഞാനാദിഭിർയുധം ബ്രഹ്മ പൂർവം ജഗൽകർത്താനാഭിപങ്കജസംഭവ വിഷ്ണോ ഇതി പുരാണേഷു പ്രസിദ്ധ പരികീർത്തിത. ഹേ സത്യവതി പുത്രനായിട്ടുള്ള വ്യാസ, ഉത്തമമായ ആ സൂര്യവംശ രാജവംശത്തെപ്പറ്റി കേട്ടുള്ളൂ. കർണസുഖം നൽകുന്നതാണ്, ധർമ്മജ്ഞാനാദികൾ ഉൾക്കൊള്ളുന്നതാണ്, പവിത്രമായിട്ടുള്ളതാണ്. ആ കഥകൾ ജഗൽ സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് പണ്ട് വിഷ്ണുവിൻ്റെ നാഭിപത്മത്തിൽ നിന്നും ജനിച്ചവനാണ്. വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി എന്ന പുരാണങ്ങളിൽ കീർത്തിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ജനിച്ച സർവജ്ഞനും സൃഷ്ടികർത്താവുമായിട്ടുള്ള സ്വയംഭുവുമായിട്ടുള്ള ആ ബ്രഹ്മാവ് സർവശക്തനാണ്. വിശ്വാത്മാവായിട്ടുള്ള അദ്ദേഹം പണ്ട് സൃഷ്ടി നിർവഹണം എന്ന ആഗ്രഹത്തോടെ ശിവയെ, ശിവ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഭാര്യ ദേവിയെ, ജഗദംബയെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മാവ് 10,000 വർഷം തപസ് ചെയ്ത് ഉത്തമമായിട്ടുള്ള ശക്തി നേടി ശുഭലക്ഷണങ്ങളോടുകൂടി മാനസപുത്രന്മാരെ അദ്ദേഹം ജനിപ്പിച്ചു. അവരിൽ മരീചി സൃഷ്ടികർമ്മത്തിൽ പ്രസിദ്ധനായി ഭവിച്ചു. ആ മരീചിയുടെ പുത്രനായിട്ടുള്ള കശ്യപൻ അതിവിഖ്യാതനും സർവസമ്മതനുമായിട്ടുള്ള ആളായിരുന്നു. ദക്ഷപുത്രിമാരായ 13 പേരെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. കശ്യപൻ സകല ദേവന്മാരും ദൈത്യന്മാരും യക്ഷന്മാരും പന്നകങ്ങളും, പന്നകങ്ങളെന്ന് പറഞ്ഞാൽ ഉരകങ്ങൾ, അതായത് പാമ്പുകൾ മുതലായിട്ടുള്ളത്, നിലത്തിൽ ഇഴയുന്ന ജന്തുക്കൾ, മൃഗങ്ങളും പക്ഷികളും അദ്ദേഹത്തിൽ നിന്ന് ജനിച്ചവരായതിനാൽ അത് സൃഷ്ടി കാശ്യപിയാണ് എന്ന് പറയപ്പെടുന്നു. ദേവന്മാരിൽ പ്രസിദ്ധനാണ് സൂര്യൻ. വിവസ്വാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് വിഖ്യാതനായിട്ടുള്ള വൈവസ്വതമനു. സൂര്യവംശത്തെ അഭിവൃദ്ധിപ്പെടുത്തിയ ഇക്ഷ്വാകു അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. ആരുടെ? വൈവസ്വതമനുവിന് ജനിച്ച പുത്രനാണ്. ഇക്ഷ്വാകുവിൻ്റെ സഹോദരരായിട്ട് 9 പുത്രന്മാർ കൂടി വൈവസ്വതമനുവിന് ഉണ്ടായി. അവരുടെ പേരുകളും ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറയുക. ഇക്ഷ്വാകുവിന് നാഭാഗൻ, ദൃഷ്ടൻ, ശര്യാദി, നരിഷ്യന്തൻ, പ്രാംശു, നൃഗൻ, ദിഷ്ടൻ, കരൂഷൻ, പൃഷധ്രൻ, ഇങ്ങനെ 9 സഹോദരന്മാർ ഉണ്ടായി. ഇവരും മനുപുത്രന്മാരാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇക്ഷ്വാകുവിനെ കൂട്ടിയിട്ട് 10 പുത്രന്മാരാണ് വൈവസ്വതമനുവിന് ഉണ്ടായത് എന്ന് പറയുക. ഇക്ഷ്വാവു മനുവിനുണ്ടായ പ്രഥമപുത്രനാണ്. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. അവരിൽ ജ്യേഷ്ഠനാണ് ആത്മജ്ഞാനിയായിട്ടുള്ള വികുക്ഷി എന്ന് പറയാണ്. അപ്പോൾ ഇക്ഷ്വാകുവിൻ്റെ വംശത്തിനെയാണ് അവിടെ ആദ്യം പറയാൻ തുടങ്ങുന്നത്. മൂത്തപുത്രൻ ഇക്ഷ്വാകുവിൻ്റെ വികുക്ഷി. പിന്നീട് മറ്റുള്ള 9 പേരുടെ വംശചരിതം ചുരുക്കത്തിൽ പറയാം എന്ന് പറഞ്ഞ് ചുരുക്കത്തിലാണ് ആ വംശകഥകളെ
പറഞ്ഞുകൊണ്ടു പോകുന്നത് നാഭാഗൻ്റെ പുത്രനായിരുന്നു പ്രതാപനായിട്ടുള്ള അംബരീഷൻ. അദ്ദേഹം ധർമ്മജ്ഞനും സത്യസന്ധനും പ്രജാപാല തൽപരനുമായിരുന്നു. ദൃഷ്ടനിൽ നിന്ന് ധാഷ്ടകൻ ജനിച്ചു. ക്ഷത്രിയനായ അദ്ദേഹം യുദ്ധത്തെ ഭയപ്പെട്ട് ബ്രഹ്മകർമ്മങ്ങളിൽ വേണ്ടതുപോലെ മുഴുകി ബ്രഹ്മജ്ഞനായി തീർന്നു. മറ്റൊരു വൈവസ്വാമനുവിൻ്റെ പുത്രനായിട്ടുള്ള ശര്യാദിയുടെ പുത്രനാണ് വിശ്രുതനായിട്ടുള്ള ആനർത്തൻ. സുകന്യ എന്നൊരു പുത്രിയും അദ്ദേഹത്തിനുണ്ട്. തൻ്റെ സുന്ദരിയായ മകളെ രാജാവ് അന്ധനായ ചവനനാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അവളുടെ ശീലഗുണങ്ങൾ കൊണ്ട് ആ മുനിക്ക് കണ്ണുകളും കാഴ്ചയും യൗവനവും എല്ലാം തിരിച്ചു കിട്ടി. അദ്ദേഹത്തിൻ്റെ അന്ധത മാറ്റിയത് സൂര്യപുത്രന്മാരായിട്ടുള്ള അശ്വിനി ദേവതകളാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയാണ്. കഥ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. സമയം തീർന്നിരിക്കുക കാരണം കൊണ്ട് ഇന്നത്തെ ഇവിടെ തന്നെ നിർത്തി. സൂര്യവംശ കഥകളെ നമുക്ക് നാളെ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.